അർജുൻ മട്ടന്നൂരിലേക്ക് പോയാൽ അർജുൻ മട്ടന്നൂർ ഐഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ കലോത്സവങ്ങളിലെ സ്ഥിരം മണവാട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കലോത്സവം വരുന്ന സമയത്തൊക്കെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ഐഷയുടെ ഒപ്പനയൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്കൂളിൽ നടക്കുന്ന കലോത്സവം, റവന്യൂ സബ് ജില്ലയിൽ നടക്കുന്ന കലോത്സവം, കഴിഞ്ഞ തവണ സബ് ജില്ലയിലൊക്കെ 1ാം സമ്മാനം നേടിയാണ് ഐഷ റവന്യൂ ജില്ലാ സ്കൂളിൽ മത്സരിക്കാനെത്തുന്നത്, കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നത്. പഠനത്തിലും മിടുക്കിയായിരുന്നു ഐഷ എന്നാണ് ഇന്നലെ അധ്യാപിക പറഞ്ഞത്. അർജുൻ മട്ടന്നൂർ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വിധം ആ വിയോഗ വാർത്ത വല്ലാതെ ഞെട്ടലോടെയല്ലേ നാട്ടുകാർ കേട്ടിട്ടുണ്ടാവുക. ഐഷയുടെ ചിരിക്കുന്ന മുഖമാണ് നാട്ടുകാർക്ക് എപ്പോഴും ഓർമ്മയുള്ളത്, അല്ലേ അർജുൻ? അങ്ങനെ തന്നെയാണ്. ഐഷയെ അവസാനമായി കാണാൻ വേണ്ടി ഇന്നലെ മോർച്ചറിക്ക് മുമ്പിലെത്തിയ ക്ലാസ് ടീച്ചർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. 2ാം ക്ലാസ് മുതൽ കലോത്സവ വേദികളിൽ സജീവമാണ്. സ്കൂളിൽ ഒപ്പന നടക്കുമ്പോഴൊക്കെ തന്നെ മണവാട്ടിന് വേഷമിടുന്നത് ഐഷയാണ്. ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും ഐഷ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ സ്കൂളിൽ പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ കലാമത്സരങ്ങളിൽ ഒപ്പനകളിലൊക്കെ തന്നെ സജീവമായി തന്നെ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ സൗഹൃദ വലയത്തിലും വളരെ സജീവമായി തന്നെ ഈ കൂട്ടുകാർക്കൊപ്പം എല്ലാ കാലത്തും അവർക്കൊപ്പം നടന്ന ഐഷ അവർക്കൊപ്പം തന്നെ ഒടുവിൽ അന്ത്യയാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് എത്തേണ്ടതാണ്. അതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും അടക്കമുള്ളവർ. ഐഷയുടെ പിതാവ് അദ്ദേഹം തൊട്ടടുത്ത് തന്നെ ഒരു പലചരക്ക് കട നടത്തുകയാണ്. ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഈ 5-അംഗ സംഘത്തെ അറിയാം. ചെറുപ്പം മുതൽ ഒന്നിച്ച് നടക്കുന്ന, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് സ്കൂളിൽ നിന്ന് മടങ്ങുന്ന ഈ കൂട്ടം നാട്ടുകാർക്കൊരു ദിവസവും നിത്യേന കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സൗഹൃദം. അത്രമേൽ അവർക്ക് സുപരിചിതമായ, അവർ ഓരോരുത്തരും ഏത് വീടുകളിൽ നിന്നുള്ളവരാണ്, ആരുടെ മക്കളാണ് എന്നൊക്കെ തന്നെ ഈ നാട്ടുകാർക്കറിയാമായിരുന്നു. അത്തരത്തിൽ ഒരു നാടിനെയാകെ ഉലച്ച ഒരു അപകടമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായി കാണുന്ന കളിച്ചിരികളോടെ മിഠായി വാങ്ങാൻ വേണ്ടി കടകളിലേക്ക് വരുന്ന, വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഈ തുപ്പനാട് എന്ന് പറയുന്ന നാട്ടിലെ ആളുകൾക്കൊക്കെ തന്നെ സുപരിചിതമായ 5 പേർ, അതിൽ 4 പേരെയാണ് ഇത്തരത്തിലൊരു അപകടം കവർന്നെടുത്തിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ മദ്രസ മുതൽ തന്നെ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച് അത്തരത്തിൽ ഒരേ സ്കൂളിലേക്ക് പോകുമ്പോഴും ഒരേ സ്കൂളിൽ പഠിക്കുന്നു, ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. അതിൽ ഐഷ മാസങ്ങൾക്ക് മുൻപാണ് ഐഷ മറ്റൊരു ഡിവിഷനിലേക്ക് മാറിയത്. അപ്പോഴും എല്ലാവരും 8ാം ക്ലാസ്സിൽ തന്നെയാണ്. രാവിലെ സ്കൂളിലേക്ക് എത്തുന്നു, അതിനുശേഷം വൈകിട്ട് തിരിച്ചു പോകുന്നു. ഈ യാത്രകളൊക്കെ തന്നെ ഒന്നിച്ചാണ്. സ്കൂളിലെ ഇടവേളകളിലും ഇവർ ഒന്നിച്ചുണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് സഹപാഠികളും അധ്യാപകരും ഒക്കെ തന്നെ ഓർത്തെടുക്കുന്നത്.